ഞാനിപ്പോൾ അവരിപ്പോൾ പേരൂർക്കട ആശുപത്രിയിൽ നിന്നും മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് 9 നായ്ക്കൾ, ജനറൽ ഹോസ്പിറ്റലിൽ 5 നായ്ക്കൾ, മെഡിക്കൽ കോളേജിൽ നിന്ന് 3 നായ്ക്കൾ, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് 2, അങ്ങനെയാണ് ഞങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ ഷെൽട്ടറിലാക്കിയ 50 നായ്ക്കളെ എവിടെ നിന്നൊക്കെയാണ് പിടിച്ചിട്ടുള്ളതെന്നുള്ള ലിസ്റ്റ് ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉമ്മ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞങ്ങൾ SIT നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ പിടിക്കുന്നുണ്ട്. ഇനി വേറൊന്നുകൂടെ പറയാം. ഇന്ന് രാവിലെ ഞാൻ നടത്തിയ 2 മീറ്റിങ്ങുകൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് 2 ഏക്കർ സ്ഥലം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പഞ്ചായത്തുമായി ചേർന്നിട്ട്. മറ്റൊരിടത്ത് 7 ഏക്കർ സ്ഥലം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. CSR ഫണ്ട് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 10-12 ഏക്കർ സ്ഥലത്തായിട്ട് 2-3 ഷെൽട്ടർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു 8500 നായ്ക്കളെ, ആ നായ്ക്കളുടെ ആരോഗ്യം സംരക്ഷിച്ച് അതിനകത്തിട്ടുള്ള ആഹാരം കൊടുത്ത് ഒരു ABC ഒക്കെ നടത്തി അതിനെ അവിടെ പാർപ്പിച്ചാൽ ഈ നാട്ടിലെ നായ്ശല്യം ഒഴിവാവും. അതോടൊപ്പം തന്നെ നായ്ക്കളുടെ ആരോഗ്യം ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ ആരോ പറയുന്നുണ്ട് ഇക്കോസിസ്റ്റം. ആ എക്കോസിസ്റ്റവും തകരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ നായ്ക്കളെയും മുഴുവനും പിറ്റേ ദിവസം പിടിച്ച് ഷെൽട്ടറിലൊന്നും അർത്ഥമാക്കണ്ട. കൃത്യമായിട്ട് എക്കോസിസ്റ്റം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള വിദഗ്ധരുടെ ഉപദേശം അനുസരിച്ചുള്ള നടപടി മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ശ്രീ VV രാജേഷ്. താങ്കളുടെ ഉദ്യമങ്ങൾക്ക് എല്ലാ ആശംസകളും. താങ്ക് യു.